ഹായ് നമസ്കാരമുണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ജില്ലയിലെ മാലക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറും 1.5 കിലോമീറ്റർ മാത്രം അകലത്തിൽ ചിറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തിൽ എൻ്റെ പുറകിൽ കാണുന്ന ഈ 2150 സ്ക്വയർ ഫീറ്റ് പണിതൊരു കിട്ടിലനൊരു വീടും ഒരു 50 സെൻറ്റ് സ്ഥലവും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്ഥലം ഇതിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ആ കാണുന്ന ഒരു ഔട്ട് ഹൗസും അതുപോലെ തന്നെ 2.5 ഏക്കർ റബ്ബർ തോട്ടവും കൂടി ഇതിൻ്റെ ഒപ്പം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാവും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേജ് നിങ്ങൾ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീട് കണ്ടില്ല നിങ്ങൾ, ഏതാ അടിപൊളി കിടിലം വീടാട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതാണ് ഈ റോഡ് വരുന്നത്, നമുക്ക് മാലക്കല്ലിൽ നിന്ന് വരുന്ന റോഡാണ്. മാലക്കല്ലിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. ടാറിങ് റോഡാണ്. ടാറിങ് റോഡ് നമ്മളെ വീടിൻ്റെതാണ്, മുറ്റം വരെ നമുക്ക് ടാറിങ് റോഡ് വരുന്നുണ്ട് കേട്ടോ. നമ്മളെ ഈ ഒരു പ്ലോട്ട് ഇതാണ്, ഇതേപോലെ കോമ്പൗണ്ട് വാളെല്ലാം തിരിച്ചിട്ടേക്കുന്ന സ്ഥലമാണ്. അതിൽ മാറാനോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് ഇവിടുന്ന് ഈ റോഡിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളെ പ്ലോട്ട് വരുന്നത് കേട്ടോ. ഇതാണ് ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ വീട്. നമ്മളെ സ്ഥലം വരുന്നത് നമ്മളെ കാസർഗോഡ് ജില്ലയിലാണ്. കാസർഗോഡ് ടൗണിൽ നിന്നൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 40 കിലോമീറ്ററും, അതുപോലെ തന്നെ കാഞ്ഞങ്ങാട് നിന്നാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 കിലോമീറ്ററും, പാണത്തൂരിൽ നിന്ന് ഏകദേശം ഒരു 14 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്നത് കള്ളാർ പഞ്ചായത്തിലും വില്ലേജ് വരുന്നത് കള്ളാറാണ്. അതുപോലെ തന്നെ താലൂക്ക് നമുക്ക് വെള്ളരിക്കുണ്ട് താലൂക്കിൽപ്പെട്ട സ്ഥലം കേട്ടോ. കണ്ടില്ല നിങ്ങൾ, നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാഹനങ്ങളൊക്കെ ഏത് വാഹനങ്ങൾ വേണമെങ്കിലും നമ്മളെ വീടിൻ്റെ മുറ്റം വരെ വരാനുള്ള റോഡ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് മാവ് അങ്ങനെയുള്ള കുറേ ഫ്രൂട്ട്സ് ഐറ്റംസും മരങ്ങൾ നമ്മളെ പ്ലോട്ടിൽ നമ്മൾ ഈ ഒരു പറമ്പിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കാണിക്കാം. പിന്നെ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുള്ള കാർ പോർച്ചാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാർ പോർച്ചൊക്കെ അത്യാവശ്യം വലിയ കാർ പോർച്ച് തന്നെയാണ്. ഏകദേശം ഒരു 4 കാറുകൾ തന്നെ നമുക്ക് നമ്മൾ ഈ ഒരു പോർച്ചിനകത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു സ്ഥലം മൊത്തം 50 സെൻറ്റ് സ്ഥലവും 2150 സ്ക്വയർ ഫീറ്റ് പണിത അടിപൊളി ഒരു വീടുമാണ് ഈ ഒരു പ്ലോട്ടുള്ളത്. അതിനോട് ചേർന്ന് ഇനി നിങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഈ കാണുന്നത് ഒരു ഔട്ട് ഹൗസും അതിനോട് ചേർന്നൊരു അതിനകത്ത് 2.5 ഏക്കർ മൊത്തം അവരുടേത് ഒരു 2.5 ഏക്കർ സ്ഥലമുണ്ട്. അപ്പം മൊത്തം 3 ഏക്കർ സ്ഥലമാകും. 3 ഏക്കർ സ്ഥലവും ഈ കാണുന്നൊരു വീടും മൊത്തത്തിൽ വേണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ കൊടുക്കും. അതല്ല ഈ ഒരു വീടും 50 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും. ആ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലോട്ടിനകത്തുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇതൊരു വഴിയുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ കൂടെ ഒരു പഞ്ചായത്ത് റോഡ് വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ ഈ പ്ലോട്ടിൻ്റെ മൊത്തത്തിൽ പുറത്തുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് എന്നുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, സിറ്റ് ഔട്ടൊക്കെ ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല നീളമുള്ള വരാന്തയാണ് കേട്ടോ. നല്ലൊരു എടുപ്പുള്ള നല്ല എന്താ പറയുക നല്ല അടിപൊളി ഒരു വീടാട്ടത്. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ മുറ്റത്തൊക്കെ അത്യാവശ്യം നല്ല തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഒരു സപ്പോർട്ടയുടെ മരമുണ്ട്. അതുപോലെ തന്നെ അതേപോലെ മാവുണ്ട്. ഏകദേശം ഒരു 5ഓളം മാവ് നമുക്ക് നമ്മളെ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് പട്ടിക്കൂടും അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട് കേട്ടോ. അതൊരു പട്ടികളൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് പട്ടിക്കൂടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഇതേപോലെ പിന്നെ കവുങ്ങെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ പ്ലോട്ടിൽ. നമ്മളെ സൈഡിൽ നിന്നുള്ള നമ്മളെ ഈ ഒരു വീടിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇങ്ങോട്ടൊക്കെ അയൽവാസികളൊക്കെ ആയിട്ട് ഇങ്ങോട്ടൊക്കെ ഒരുപാട് വീടുകളുണ്ട്. നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അതിര് മാറാനോ ഒന്നുമില്ല. എല്ലാം ഫുള്ള് ഇതേപോലെ കോമ്പൗണ്ട് ഇതെല്ലാം കെട്ടി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നും മാറാനോ അങ്ങനത്തെ ഒരു യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. മാവ് കണ്ടില്ല നിങ്ങൾ, അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന മാവുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. അത്യാവശ്യം നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഉള്ള കൃഷിയൊക്കെ ചെയ്യുക. ഇനി വേറെ എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തെങ്കിലും കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ ഇതിലെങ്ങനെ പോയി ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കാഞ്ഞങ്ങാട് നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് കാഞ്ഞങ്ങാടുണ്ട്. കാഞ്ഞങ്ങാടിന് ഏകദേശം ഒരു 40 കിലോമീറ്ററാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിൽ നിന്നുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്ക് മീനിനൊക്കെ വളർത്തണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യത്തിന് ഇതാണ് മീൻ കുളമൊക്കെ ഉണ്ട് കേട്ടോ. ഏകദേശം 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു മീൻ കുളമാണ്. പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന്
ഒരു കിണറും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബോർവെല്ലും ഉണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ ബോർവെൽ. ഇതിനകത്താണ് ബോർവെൽ ഉള്ളത്. പിന്നെ നമുക്ക് കിണർ വരുന്നത് മേലെയാണ് കിണർ വരുന്നത്. അത് അവിടെ ഒരു പട്ടിക്കൂടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. നമുക്കിനി ഈ വീടിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. മാങ്ങയൊക്കെ ഉണ്ടല്ലെങ്കിൽ ഇഷ്ടം പോലെ മാങ്ങയും, ഇനി ഇവിടെ വേറെ എന്തെങ്കിലും വാഴയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. മിറ്റമൊക്കെ അത്യാവശ്യം വലിയ മിറ്റവും കാര്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് നമ്മളെ വീടിൻ്റെ ഉൾവശം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലെങ്കിൽ ഹാള് അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് കേട്ടോ. നല്ല എന്താ പറയുക, നമ്മളീ ഒരു വീടിനകത്തുള്ള ഒരുവിധം എല്ലാ ഫർണിച്ചറും മൊത്തത്തിലാണ് കേട്ടോ സെയിലുള്ളത്. പിന്നെ സോഫ സെറ്റ് അങ്ങനെ, പിന്നെ നിലമൊക്കെ കണ്ടില്ലെങ്കിൽ നല്ല അടിപൊളി വൈറ്റ് കളറുള്ള ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മളെ ജനൽ വാതിൽ കട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതാണ് മരത്തിലാണ് കേട്ടോ പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ ജനൽ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല എന്താ പറയുക, വീടിന് ലീക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് നല്ല രീതിയിലാണ് ഈ ഒരു വീടിൻ്റെ എല്ലാ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടും കേട്ടോ. പിന്നെ ഈ ഒരു ഹാൾ കഴിഞ്ഞാൽ മെയിൻ ഹാൾ കണ്ടില്ല നിങ്ങൾ, നല്ല സൗകര്യമുള്ള അത്യാവശ്യം വലിയ ഹാൾ തന്നെയാണ് കണ്ടില്ലേ. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഫാമിലിക്ക്, വലിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കൂട്ടുകുടുംബമൊക്കെ ആണെന്നുണ്ടെങ്കിലോ 2-3 കുറച്ച് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ താമസിക്കാനുള്ള നല്ല സ്ഥല സൗകര്യം ഉണ്ട് കേട്ടോ. എല്ലാം നല്ല അടിപൊളി എന്താ പറയുക സെറ്റപ്പായിട്ടാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ബോധ്യപ്പെടും. പിന്നെ നമുക്ക് ഈ ഒരു വീടിന് മൊത്തം 3 ബെഡ്റൂമാണുള്ളത്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം ഉള്ളത്. പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ഇതാ ആ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം. മൂന്നാമത്തെ ബെഡ്റൂം ഇതാണ് ഈ കാണുന്നതാണ് കേട്ടോ. നമുക്ക് ഓരോ റൂമുകൾ ഓരോന്ന് കാണിച്ചു തരാം. നമുക്ക് ഈ റൂമിൽ തന്നെ ഫസ്റ്റ് പോയി നോക്കാം. റൂമൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. നല്ല സ്ഥല സൗകര്യമുള്ള അത്യാവശ്യം നല്ല എന്താ പറയുക ജനൽ വാതിൽ എല്ലാ സംഭവങ്ങളും നല്ല എന്താ പറയുക കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് വീടിൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളെല്ലാം കഴിച്ചിട്ടുള്ളത്. പിന്നെ മേലെ നോക്കുമ്പോൾ കണ്ടില്ലെങ്കിൽ റൂഫിൽ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ്, നല്ല കളർ കോമ്പിനേഷനിലാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ളത് കേട്ടോ. നിലമൊക്കെ ഫുള്ള് നല്ല വൈറ്റ് കളറിലുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണിച്ചു തരാം കേട്ടോ. ബാത്റൂം കണ്ടിട്ട് ഞങ്ങൾ നല്ല സ്ഥല സൗകര്യമുള്ള വലിയ ബാത്റൂം തന്നെയാണ് കേട്ടോ. എല്ലാം എന്താ പറയുക നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീടിൻ്റെ എന്താ പറയുക എല്ലാ സംഭവങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യമുണ്ട്. ഈ റൂം കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടും. കാരണം എന്ന് വെച്ചാൽ പിന്നെ 2 കട്ടിലും അലമാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം തന്നെ നമുക്ക് ഈ ഒരു വീടിൻ്റെ എല്ലാ റൂമിനും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത റൂം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹാളാണ്. ഈ ഹാളിനോട് ചേർന്ന് തന്നെയാണ് കേട്ടോ എല്ലാ റൂമും ഉള്ളത്. ഇതാണ് ഇപ്പോൾ നമ്മളെ രണ്ടാമത്തെ റൂമൊക്കെ നല്ല എന്താ പറയുക നല്ല അടിപൊളി റൂമുകളാട്ടോ. ഓക്കെ, വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിലമൊക്കെ ഫുള്ള് വൈറ്റ് കളറിലുള്ള ടൈലാണ് ഉപയോഗിച്ചുള്ളത്. മേലെ റൂഫും കാര്യങ്ങളൊക്കെ കണ്ടില്ലെങ്കിൽ ഒരു ലീക്കോ കാര്യങ്ങളോ സംഭവങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം ഉണ്ടല്ലേ. ജനൽ എല്ലാം ഫുള്ള് നല്ല എന്താ പറയുക ഓപ്പൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല എന്താ പറയുക വെളിച്ചം നമ്മളെ റൂമിലോട്ട് വരികയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കാണിച്ചു തരാം. ബാത്റൂം കണ്ടില്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വാഷ്റൂമായിട്ടാണ് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പിലാണ് ഈ ഒരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടില്ലെങ്കിൽ മൊത്തത്തിൽ ശരിക്കും നോക്കിക്കോളി, നല്ല അടിപൊളി വർക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീടിൻ്റെ മൊത്തത്തിലുള്ളത്. അതായത് നമ്മളെ കാസർഗോഡ് ജില്ലയിലെ മാലക്കല്ല് ഏരിയയിൽ നിങ്ങളൊരു വീടൊക്കെ എടുത്ത് താമസിക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നിങ്ങൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അയൺ ചെയ്യാനുള്ള സൗകര്യത്തിന് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു വാഷിംഗ് ഏരിയ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഇതാണ്. ഇവിടെ നിന്ന് തന്നെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. ബാത്റൂമിൽ നമുക്ക് 2 ക്ലോസറ്റും ഉണ്ട്, ഇന്ത്യനും ഉണ്ട്, അതുപോലെ തന്നെ യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്. പിന്നെ ടൈലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിസൈനിലുള്ള ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഇതാണ് നമ്മളെ മൂന്നാമത്തെ റൂം എന്ന് പറഞ്ഞാൽ. റൂമുകളൊക്കെ വലിയ റൂമുകളാണ്. എല്ലാം നല്ല സ്ഥല സൗകര്യമുള്ള വലിയ റൂമുകളാണ് കേട്ടോ മൊത്തത്തിലുള്ളത്. നമ്മളെ ഈ ഒരു വീടിൻ്റെ 2 റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും ഈ റൂമിന് മാത്രം അറ്റാച്ച്ഡ് ബാത്റൂമില്ല കേട്ടോ. കളറൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഭിത്തിയുടെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല സ്റ്റൈൽ കളറുകളൊക്കെ ആണ് കേട്ടോ ഉപയോഗിച്ചിട്ടുള്ളത്. നിലമൊക്കെ ഫുള്ള് എല്ലായിടത്തും ഉള്ള പോലെ വൈറ്റ് കളർ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വരുമ്പം പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ അടുക്കള കാണിച്ചു തരാം. അടുക്കളയ്ക്ക് വേറൊരു കളറ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതാണ് ഇപ്പോൾ നമ്മളെ അടുക്കള എന്ന് പറഞ്ഞാൽ.
അത്യാവശ്യം വലിയ അടുക്കള തന്നെയാണ്. നല്ല സ്ഥല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പാതകം കാര്യങ്ങളൊക്കെ ഒരു വേറെ കളറിട്ട ഗ്രാനൈറ്റൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ എന്താ പറയുക, എല്ലാം ഫുള്ള് മരത്തിൻ്റെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ ഉണ്ടല്ലോ ഞങ്ങൾ നല്ല ഫുള്ള് ഇതേപോലെ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ മേലെയും ചെയ്തിട്ടുണ്ട്. ഫുള്ള് മരത്തിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എല്ലാം നല്ല എന്താ പറയുക, വീട് ഇവർ വിൽക്കാൻ വേണ്ടിയിട്ട് പണിതല്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് വീടിൻ്റെ എല്ലാ വർക്ക് കാര്യങ്ങളും കഴിച്ചിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു വീട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യത്തിന് ഡൈനിങ് ടേബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീടിൻ്റെ എടുത്ത് പറയേണ്ടത് എന്താ വെച്ചാൽ ജനൽ, വാതിൽ, കട്ടില എല്ലാ സാധനങ്ങളും ഇതാണ്. ഇതേപോലെ നല്ല അടിപൊളി മരത്തിലാണ് കേട്ടോ. എല്ലാ എന്താ പറയുക കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ അടുക്കളയുടെ മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് വർക്ക് ഏരിയ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മളിവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെയാണ് നമ്മളെ വർക്ക് ഏരിയ വരുന്നത്. വർക്ക് ഏരിയ ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്ഥല സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുക, വാഷ് ബേസിനും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് എന്താ പറയുക പിന്നെ വിറകടുപ്പ് വരുന്നത്. അപ്പോൾ എല്ലാം കൊണ്ടും നല്ല സ്ഥല സൗകര്യമുള്ള അടിപൊളി ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ്. ഈ ഒരു വീട് 2150 സ്ക്വയർ ഫീറ്റിൽ 50 സെൻറ്റ് സ്ഥലം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന സ്ഥലം 2 ഏക്കർ പ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞത് കാണുന്നതാണ് 2.5 ഏക്കർ പ്ലോട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്തിലോട്ടുള്ള കുടിവെള്ളത്തിൻ്റെ സൗകര്യത്തിന് അവിടെ ഒരു കിണറുണ്ട്. അതൊക്കെ ഞാൻ പോയി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്നാൽ പിന്നെ ആ സ്ഥലം കൂടി ഒന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. ഇനി നമുക്ക് ആ പറമ്പിൽ പോയിട്ട് അതും കൂടി ഒന്ന് പോയിട്ട് വിശദമായിട്ട് കാണിച്ചു തരാം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഈ ഒരു വീടിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ CCTV ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് CCTV നിരീക്ഷണത്തിലാണ് നമ്മളൊരു വീടുള്ളത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയും കൂട്ടിയിട്ടാണ് സെയിലുള്ളത്. ഇനി നമ്മളെ പ്ലോട്ടിനെ എന്താ പറയുക ബാക്ക് സൈഡിലോട്ട് വരുമ്പോൾ പിന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഈ ഒരു 50 സെൻറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റബ്ബറിലെ അതിൻ്റെ താഴോട്ടാണ് നമ്മളെ 50 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടുള്ളത്. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 17ഓളം തെങ്ങുകളുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകൾ ഏകദേശം ഒരു 17ഓളം തെങ്ങുകൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന മാവൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കവുങ്ങെല്ലാം നമ്മളെ പ്ലോട്ടിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള ഒരു പട്ടിക്കൂട് എന്താ പറയുക ആടിനെ വളർത്താനുള്ള സൗകര്യത്തിന് ഒരു ആട്ടും കൂടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിന് കിണറുണ്ട്. നമ്മൾ നേരത്തെ ഒരു ബോർവെൽ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരു കിണറും ഉണ്ട് കേട്ടോ. അതാണ് നമ്മളെ പ്ലോട്ടിനകത്തുള്ള കിണർ എന്ന് പറഞ്ഞാൽ. വെള്ളമൊക്കെ അത്യാവശ്യം നല്ല വെള്ളമൊക്കെ ഉള്ള ഒരു കിണറാണ് അല്ലേ. ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് മെയ് മാസത്തിലാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്ലോട്ടാണ്. നമ്മളെ അപ്പുറത്ത് 2.5 ഏക്കർ പ്ലോട്ട് ഉണ്ടായിരുന്നു. അതിനകത്തുള്ള റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് ഇപ്പോൾ അവരുടെ തോട്ടമുള്ളത് കേട്ടോ. ആദ്യം നമ്മൾ ഈ ഒരു 50 സെൻറ്റ് സ്ഥലവും ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആദ്യം പറഞ്ഞുതരാം. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ള പിന്നെ ആടിനൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് ഒരു ആട്ടും കൂടും ഉണ്ട് കേട്ടോ. ഇതാണ് ആട്ടും കൂടുള്ളത്. ആടിനൊക്കെ കുറച്ച് അത്യാവശ്യം ആടിനൊക്കെ വളർത്താനുള്ള സൗകര്യത്തിന് ആട്ടും കൂടും ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു പിന്നെ 50 സെൻറ്റ് സ്ഥലവും പിന്നെ വീടിൻ്റെ ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. മൊത്തം 50 സെൻറ്റ് സ്ഥലവും അതിനകത്ത് 2150 സ്ക്വയർ ഫീറ്റ് പണിതിൽ 3 ബെഡ്റൂമുള്ളൊരു വീടും. അപ്പോൾ ഈ ഇത്രയും സ്ഥലത്തിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 75 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ഡയറക്റ്റ് എന്നെ കോൺടാക്ട് ചെയ്തോളി. ഇനി നമുക്ക് ബാക്കി അപ്പുറത്തുള്ള 2.5 ഏക്കർ പ്ലോട്ടിൻ്റെ ഡീറ്റെയിലും കൂടി ഞാൻ കാണിച്ചു തരാം. അതാണ് നമ്മളെ അതും നമ്മളെ ഈ പ്ലോട്ടിനോട് ചാരി കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. ഇതാണ് അതിനകത്തുള്ള ഒരു ഔട്ട് ഹൗസ് ആണ് കാണുന്നത്. അതിനോട് തൊട്ട് ചേർന്ന് ഇവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വഴി ഇതിനകത്തോടും കൂടിയുള്ള വഴിയാണ്. പിന്നെ നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ മേൽവശത്തൊരു പഞ്ചായത്ത് റോഡും കൂടി വന്ന് നിൽക്കുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളെ ഇതിനകത്തുള്ള ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഏകദേശം ഒരു 50ഓളം പിന്നെ തെങ്ങുകളുണ്ട് കേട്ടോ. നമുക്ക് മുകളിൽ പോയിട്ട് റബ്ബർ മരങ്ങളൊന്നും ഞാൻ കാണിച്ചു തരാം. അതായത് പിന്നെ
ഒരു വീടും അതിനോട് ചേർന്ന് കുറച്ച് കൃഷിസ്ഥലമൊക്കെ വേണമെന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാർ. ഒന്നിച്ചൊരു പ്ലോട്ട് വേണമെന്നുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ അത് ഏകദേശം ഒരു 3 ഏക്കർ സ്ഥലമായിട്ട് തന്നെ വരും. അപ്പോൾ കൃഷിയോ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യമാവുകയും ചെയ്യും. മൊത്തത്തിലൊരു പ്ലോട്ടായിട്ട്, ഒറ്റ പീസ് പ്ലോട്ടായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിനകത്തുള്ള റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത്. ഇതേപോലത്തെ വെട്ടാറായ റബ്ബർ മരങ്ങളാണ് കേട്ടോ. എല്ലാം 105 ഇനത്തിൽപ്പെട്ട നല്ല അടിപൊളി റബ്ബറുകളാണ് കേട്ടോ. ഇതുവരെ പിന്നെ അങ്ങോട്ടൊക്കെ കണ്ടില്ലെങ്കിൽ കുറച്ച് കാട്ടുമരങ്ങളും മാവ് പ്ലാവ് അങ്ങനെയുള്ള കുറേ മരങ്ങളുണ്ട്. ഇതാണ് എല്ലാം നല്ല മരങ്ങൾ തന്നെയാണ്. പാറ്റോറൊക്കെ ആണെങ്കിലും ഫുള്ള് ക്ലിയർ ആയിട്ട് കിടക്കുന്നതാണ്. വെട്ടാനാണെങ്കിൽ ടാപ്പിങ് ആക്കി നടക്കാനാണെന്നുണ്ടെങ്കിലൊന്നും എന്താ പറയുക ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. കാട്ടുമൃഗങ്ങളുടെ ശല്യ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. കുറച്ച് മഹാഗണി അങ്ങനെയുള്ള കുറച്ച് കാട്ടുമരങ്ങളും ഉണ്ട്. മൊത്തം ഈ ഒരു പ്ലോട്ട് 2.5 ഏക്കറായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഒരു 2.5 ഏക്കർ സ്ഥലത്തിനും പിന്നെ ഈ കാണുന്ന ഔട്ട് ഹൗസിനും കൂടി ഇവർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 45 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറാണ് ഈ താഴെ കാണുന്നത്, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. എൻ്റെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറെ തന്നെ ഡയറക്റ്റിന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ സ്ഥലം കൂടുതൽ സ്ഥലങ്ങളും കൂടി കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കോട്ടയത്തുനിന്ന് അവിടെ നിന്ന് കുറച്ച് ദൂരെ വഴിക്കുന്നൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മൊത്തത്തിലൊരു നമ്മൾ ഈ ഒരു കാസർഗോഡ് ജില്ലയിലെ കുറച്ച് വില കുറവുള്ള സ്ഥലങ്ങൾ മൊത്തത്തിൽ കാണണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ 98 95 18 18 86 ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നേരത്തെ ഒന്ന് വിളിച്ച് ഒന്ന് കൺഫേം ആക്കിയിട്ട് വിളിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ബൈ.